السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اتقوا الله عباد الله. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, അക്സിറു നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക, ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് സകല രസങ്ങളെയും മുറിച്ചു കളയുന്ന, ഒന്നിനെ കുറിച്ചിട്ടുള്ള സകല രസങ്ങളെയും മുറിച്ചു കളയുന്നവയെ സംബന്ധിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിച്ചു കൊള്ളുക, യഅനി അൽ മൗത്ത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് അൽ മൗത്ത്, അത് മരണമാണ് എന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഏതൊരു മനുഷ്യനാണ് എങ്കിലും, ഏതൊരു ജീവജാലങ്ങളാണ് എങ്കിലും, അവൻ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മരണമെന്ന് പറയുന്ന വിധിക്ക് മുമ്പിൽ അവൻ കീഴ്പ്പെടുമെന്നുള്ളത് തന്നെയാണ്. ഒരു സൃഷ്ടിയും മരിക്കാതെ ഈ ഭൂമി ലോകത്ത് എന്നെന്നും അവശേഷിക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ടാവുകയില്ല. അങ്ങനെ ആർക്കെങ്കിലും ഈ ദുനിയാവ് സ്ഥിരവാസം നൽകുമായിരുന്നുവെങ്കിൽ, ഒരു കവി പറഞ്ഞതുപോലെ, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നു അങ്ങനെ ഒരു സ്ഥിരവാസം നൽകുക. മറിച്ച് അത്തരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്ഥിരവാസം നൽകപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറഞ്ഞ് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വിട പറഞ്ഞ് ഈ മണ്ണിനോട് ചേരാനുള്ളവരാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ അഹങ്കരിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഈ ദുനിയാവ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതും ഒരിക്കലും നമുക്ക് യോജിച്ച ഒരു കാര്യമല്ല. മറിച്ച് മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന ഒരു വാചകം കാണാം, അജബൻ ലിമൻ യഅലമു അന്നൽ മൗത മസീറുഹു വൽ ഖബ്റ മൗരിദുഹു കൈഫ തഖറു ബിദ്ദുനിയ ഐനുഹു വകൈഫ യതീബു ഫീഹാ ഐഷു. താൻ ചെന്ന് ചേരേണ്ടുന്നത് ഖബറിലാണ് എന്നും, അതുപോലെ തന്നെ തൻ്റെ മരണം തന്നിലേക്ക് വന്നു ചേരുന്നതാണ് എന്നും ഒക്കെ ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് എങ്ങനെയാണ് ഈ ദുനിയാവിൻ്റെ സുഖലോലുപതകൾ കൊണ്ട് അവൻ്റെ കണ്ണുകൾ ഈറനണിയുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അതിലുള്ള ജീവിതം അവന് ആസ്വാദകരമായി തീരുന്നത് എന്നുള്ള കാര്യം വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്, ചില ആളുകൾക്കൊക്കെ ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ നല്ല വാഹനമുണ്ട്, അല്ലെങ്കിൽ നല്ല സമ്പത്തുണ്ട്. ഈ രൂപത്തിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ തന്നെ പറയാം, അവൻ്റെ ജീവിതമൊക്കെ വളരെ ഉഷാറാണ്. സത്യത്തിൽ ദുനിയാവ് കൊണ്ടല്ല നമ്മൾ ഒരാളുടെ ജീവിതം ഉഷാറാണോ അല്ലേ എന്നുള്ളതൊക്കെ അളക്കുന്നുണ്ട്. മറിച്ച് അയാളിൽ എത്രത്തോളം ദീന് അയാൾ പാലിക്കുന്നുണ്ട്, എത്രത്തോളം ദീൻ അയാളിലുണ്ട് എന്നുള്ളതനുസരിച്ച് കൊണ്ടാണ് നമ്മളൊക്കെ അയാൾ എന്ത് ചെയ്യേണ്ടത്, വിധി പറയേണ്ടത്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, അയാളുടെ ദുനിയാവിലെ അവസ്ഥകളും കണ്ടുകൊണ്ട് അയാൾ ഉഷാറായിക്കണു, അയാളുടെ ജീവിതത്തെ രക്ഷപ്പെട്ടുക്കണു എന്ന് പറയാറുള്ളതാണ്. അതുപോലെ തന്നെ നാളെ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്തതായ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിചാരണക്ക് വിധേയമാക്കുമെന്നാണ്. നാളെ മുജ്രിമീങ്ങളായ ആളുകൾ പറയുന്ന ഒരു വാചകം പോലും സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, വയഖൂലൂന യാ വൈലതന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തൊരു ഗ്രന്ഥമാണിത്, ഇതിൽ ചെറുതും വലുതുമായ ഒരു കാര്യം പോലും വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. അത് നമ്മുടെ ഒരു കട്ടുനോട്ടം പോലും ആണെങ്കിൽ പോലും അതും നാളെ എന്ത് ചെയ്യും, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ട് ഈ ദുനിയാവിൽ തന്നെ ജീവിച്ച് ഈ ദുനിയാവിൻ്റെ ജീവിതം ആസ്വദിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ആരും ഉണ്ടാകരുത് എന്നുള്ളതോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഏത് സമയവും ഏത് നിമിഷവും മരണം നമ്മിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കൂടുതലായി ഓർക്കുന്ന തഖ്വയുള്ള ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.